കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? എടുക്കാൻ പറഞ്ഞ സാധനം എടുത്തു തന്നാ പോരെ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കും. അയ്യോ എനിക്കല്ല, അതെ ആ വെള്ള ഷർട്ടിട്ട പുള്ളിക്കാരൻ പറഞ്ഞാ. ചേട്ടനാ സാധനം തന്നെ. നിങ്ങൾക്കറിയാവോ റൂഹി എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന്? അർത്ഥം എന്തായാലും ആ പേരിൻ്റെ ഒരൊറ്റ ഉടമയെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളൂ. ആ പേര് പോലെ തന്നെ രസകരമായ ഒരാൾ. ഇത് അവളുടെ കഥയാണ്. പിന്നെ ആ പേര് കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് പാഞ്ഞു വരുന്ന കുറേ ഓർമ്മകളുടെ. ഒന്ന് ഒന്ന് റൂഹി, റൂഹിയുടെ കൂടെ ആരാ ഉള്ളത്? റൂഹി. ഇതിനു മുമ്പ് കേട്ടോ ഇങ്ങനൊരു പേര്? പക്ഷേ എനിക്കറിയായിരുന്നു റൂഹിയെ പണ്ട്.
അതെ, ഈ പാട്ട് നിങ്ങളുണ്ടാക്കിയതാ? അത് ഞാൻ ഇങ്ങനെ വെറുതെ ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് എഴുതിയിട്ട്. എന്താ പേര്? റൂഹി. ഏ റൂഹി. ഇതൊന്നും കേൾക്കാത്ത പേരാണ്. റൂഹി. ഞാൻ ഇത്ര എളുപ്പത്തോട്ട് കേൾക്കാൻ തുടങ്ങിയില്ല. ബൈ. റൂഹി, ഒരു മിനിറ്റ്. 4. റൂഹി, റൂഹി. ഛെ. ഈ റൂഹി തന്നെയാണോ ചേട്ടന്റെ മുമ്പത്തെ റൂഹി? ഹലോ. चांद भी का चांद हो या बेताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चांद भी ഒന്ന് നിർത്തോ, ആൾക്കാർ നോക്കുന്നുണ്ട്. വല്ല വട്ടാന്ന് വിചാരിക്കും. ആണോ? ആ, കലാബോധമില്ലാത്ത ചില തെണ്ടികൾ വിചാരിക്കും. ഡാ, ഞാൻ എത്ര നേരമായി നിന്നോട് ഒരു കാര്യം ചോദിക്കും, എന്നിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുക. അടുത്ത ആഴ്ച എനിക്കൊരു അടിപൊളി ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആദ്യം പാട്ട്, പിന്നെ ഞാൻ, അല്ലേ? അതൊക്കെ ഞാൻ പോവാ. പിന്നെ ആ പാട്ട് എനിക്കിഷ്ടമായി. 7, നമ്പർ 7. 8. റൂഹിയുടെ ആൾക്കാർ ആരെങ്കിലും വന്നോ? ഇപ്പോഴും ഇല്ലേ? ഈ പെണ്ണെന്താ ഒറ്റയ്ക്കാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇനി മുന്നോട്ടെങ്ങനെ, അതും കൂടെ ഒന്ന് ആലോചിക്കണ്ടേ? ഒരു റിയാലിറ്റി ചെക്ക്, അത് നല്ലതാ. നൈസ് ഫുഡ്, പക്ഷെ കഴിക്കാൻ തോന്നില്ല. എന്തോ സർപ്രൈസ് ഉണ്ടായിരുന്നില്ലേ നിൻ്റെ വക? റൂഹിക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു എൻ്റെ കൂടെയുള്ള പൊറുപ്പ്. I'm surprised. I'm really surprised. മതിയോ? അത് എനിക്കിതിനൊരു സൊല്യൂഷൻ വേണം. എൻ്റെ പാട്ടോർ റഹമത്താന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട്. പക്ഷെ ഇപ്പം നീ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിനൊക്കെ നീ തന്നെ കണ്ടുപിടിക്കുക ഒരു സൊല്യൂഷൻ.
ഞാൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നിങ്ങൾക്കറിയോ? എനിക്കും കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ അന്നും ഒന്നും എന്നും സ്വപ്നമുണ്ട് മനസ്സിൽ. കുറേ നല്ല പാട്ടുകൾ എഴുതുക, പാടുക, ലോകം മുഴുവൻ ഓടി നടന്ന് സഞ്ചരിക്കുക. പിന്നെ ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ, മദ്യക്കുപ്പികൾ, വണ്ടികൾ, ജനത്ത് പോലത്തെ ഒരു വീട്, അങ്ങനെ പലതും. പിന്നെ സുഹൃത്തുക്കൾ, വിമർശകർ, ആരാധകർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പെൺപിള്ളേർ. പക്ഷേ ആരൊക്കെ ആയാലും എവിടേക്ക് എത്തിയാലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറാത്തൊരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് റൂഹി. ഇതെന്തൊക്കെയായി പ്രസംഗിക്കുന്നത്? വട്ടായോ? ഈ പ്രാന്തൊക്കെ ഒരു ദിവസം സത്യവും. നോക്കിയിരുന്നു. അവസാനം വല്ല നല്ല ചെക്കന്മാരെയും കണ്ടോ ഞാൻ അവൻ്റെ പുറകെ പോകും. നിനക്കൊരു കാര്യം അറിയോ? ചിലപ്പോൾ അതിനുമ്പ് ഞാൻ നിന്നിട്ടിട്ട് പോകും. സിസ്റ്ററെ, ഒരു ഈ റൂഹി എവിടെയായിരുന്നു ഇത്രയും നേരം? പ്രസവിച്ചു കേട്ടോ, ആൺകുട്ടിയാ. സിസ്റ്ററെ ഞാൻ റൂഹിയുടെ ഹസ്ബൻഡാണ്. ഞാൻ പുറത്തു പോയിരിക്കായിരുന്നു മരുന്നുകളൊക്കെ വാങ്ങിക്കാൻ. വേറെ ആരുമില്ല ഞങ്ങളുടെ കൂടെ. അവൾക്കിപ്പോൾ എന്താണിപ്പോൾ എന്നെ ഈ മുറിയുടെ മുന്നിലെത്തിച്ചത്? എൻ്റെ റൂഹിയാണോ അതോ ആ പേര് മാത്രം? അറിയില്ല. ഇപ്പോൾ ഇവിടെ കേട്ടതുപോലെ അന്ന് അവളുടെ ഉള്ളിലും ജീവിച്ചു തുടങ്ങിയതൊരു ആൺകുട്ടിയായിരിക്കും. എനിക്കിതിനൊരു സൊല്യൂഷൻ വേണം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇനി മുന്നോട്ടിങ്ങനെ അതും കൂടെ ഒന്ന് ആലോചിക്കണ്ട. ഒരു റിയാലിറ്റി ചെക്ക് അത് നല്ലതാണ്. പത്തില്ലേ?
11. ഇനിയൊരു തിരിഞ്ഞു നോട്ടം അത് സാധ്യമല്ല. അത് അന്നാകണമായിരുന്നു. അവൾക്ക് എന്നെ ഏറ്റവും അധികം വേണ്ടിയിരുന്നു. കഴിഞ്ഞില്ല. ഏതായാലും ഞാനെന്ന തെറ്റ് ബാധിക്കാതെ അവൻ വളരട്ടെ. റൂഹി എന്ന പേരിന്റെ അർത്ഥം എന്താ? അതെ, ഒരു കാര്യം ചോദിക്കട്ടെ. സത്യത്തിൽ റൂഹി എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം എന്താ? കുറേ കാലമായി ഞാൻ ചോദിക്കണം. പറ പറ. എന്ത് കാശ് പറ.